കല്ലാടിയിലേക്ക് പോകുമ്പോൾ അവിടെ മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ നടത്തിയ തിരച്ചിൽ ഒരു മൃതദേഹം കൂടി ലഭിച്ചിരുന്നു. ഇതോടെ മണ്ണിടിച്ചിൽ ഇതുവരെ 7 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും 2.5 കിലോമീറ്റർ താഴെയായി മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇന്ന് സോൺ 1ഉം 2ഉം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുവാനുള്ള തീരുമാനം. അതുമാത്രമല്ല, അപകടത്തിൽ കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം സിംഗ് റാണയുടെ കുടുംബവും അവിടെ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ചില സന്ദർശനങ്ങളും മറ്റും അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. PV ജോഷില നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോഷിലേക്ക് പോകാം. ജോഷില, ഗുഡ് മോർണിംഗ്. നോക്കൂ, വളരെയധികം ദുഃഖകരമായ ദിവസങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കല്ലാടിയിൽ. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇന്ന് 1ഉം 2ഉം സോൺ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. നിലവിലത്തെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴയൊന്ന് മാറി നിൽക്കുകയാണല്ലേ? സിന്ധുരി, ഗുഡ് മോർണിംഗ്. സിന്ധുരി, ജൂലൈ 7-നാണ് കള്ളാടി ദുരന്തം സംഭവിച്ചത്. ഇന്ന് 5-ാം ദിവസം തികയാൻ പോവുകയാണ്. ഈ 5-ാം ദിവസം രാവിലെ സിന്ധുരി പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഏകദേശം 8 മണിക്ക് ശേഷം മാത്രമേ തിരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. NDRF സംഘവും അതുപോലെ തന്നെ മറ്റ് തിരച്ചിൽ നടത്തുന്ന സംഘങ്ങളെല്ലാം തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് ശേഷം മാത്രമേ തിരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. ഇന്ന് കാലാവസ്ഥ നന്നായിട്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ ഉള്ളത്. ഇത് തിരച്ചിലിനെ വളരെ സുഗമമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1ഉം 2ഉം സോണുകളിലാണ് തിരച്ചിൽ നടക്കുക. നമ്മൾ കാണുന്ന ആ മണ്ണ് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റുള്ള, നേരെ മുന്നിലുള്ള ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് തിരച്ചിൽ നടത്തുക. അവിടെ വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്താനാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് ഉണ്ടാകാൻ സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഭാഗത്താണ് ഇന്ന്, അതായത് ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുക, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റുള്ള മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ആ ഭാഗത്താണ് ഇന്ന് തിരച്ചിൽ നടത്തുക. ആ മണ്ണ് മാറ്റുമ്പോൾ എന്തെങ്കിലും രീതിയിൽ കണ്ടെത്താനാവും, അല്ലെങ്കിൽ അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള സംശയം കൂടി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് 1ഉം 2ഉം സോണുകളിലായിട്ടാണ് തിരച്ചിൽ നടക്കുക. മാത്രമല്ല, വിദഗ്ധ സമിതിയുടെ സന്ദർശനം കൂടി ഉണ്ടാകും. കൊങ്കൺ റെയിൽവേ എങ്ങനെയാണ് അപകടമുണ്ടായത്, അതുപോലെ തന്നെ ഇപ്പോഴുള്ള മണ്ണ് മാറ്റാത്ത ഭാഗത്തെ മണ്ണ് മാറ്റേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ധ സമിതി എത്തി പഠനം നടത്തി അതിനുശേഷമായിരിക്കും തീരുമാനം സർക്കാരിനെ അറിയിക്കുക. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ജൂൺ 14-ന് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള ഒരു പരാതി കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. സുരക്ഷ ഉറപ്പാക്കാൻ മഴവെള്ളം തിരിച്ചുവിടണം എന്നതുൾപ്പെടെ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ അവഗണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജൂൺ 1 മുതൽ 14 വരെ പഠനം നടത്തിയ വിദഗ്ധ സമിതി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിരുന്നു. ഇടത് ചെരിവ് ഇടിയാൻ സാധ്യതയുണ്ടെന്നും മഴവെള്ളം തിരിച്ചുവിടണമെന്നുമായിരുന്നു അതിലെ ഒരു നിർദ്ദേശം. അപകട ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ആ ഭാഗത്താണ് ഈ 7 പേരും മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത്. കട്ട് ആൻഡ് കവർ പ്രവൃത്തിയുടെ ചെരിവുകൾക്ക് വിള്ളലുണ്ടെന്നും ഇത് സുരക്ഷിതമാക്കും വരെ പ്രവൃത്തി നടത്തരുതെന്നും ഈ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നു. വിള്ളലുകൾ കൂടുന്നത് അപകടാവസ്ഥ കൂടുന്നതിൻ്റെ സൂചനയാണെന്നും പദ്ധതി പ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് മഴവെള്ളം ചെരുവുകളിലേക്ക് കുത്തിയൊഴുകിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിർദ്ദേശമൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് ഇത് വലിച്ചിഴച്ചത് എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി ടി സിദ്ദിഖ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഒരു അപകടം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. അത് അന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മന്ത്രിമാരൊക്കെ തന്നെ അത് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ആ വാക്കുകൾ മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇതിന് ഉത്തരവാദിയായി അവസാനം വരുന്നത് സർക്കാർ തന്നെ ആയതുകൊണ്ട് തന്നെ സർക്കാർ തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ടും പാലിക്കാൻ വനം വകുപ്പിനോ അല്ലെങ്കിൽ പൊതുമരാമത്ത് മേൽനോട്ട ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ മണ്ണ് നീക്കം ചെയ്യേണ്ട ഭാഗത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ
മേലെ വനം മേഖലയിൽ നിന്നാണ് ഈ മലവെള്ളം ഒലിച്ചു വന്നത്. ആ മലവെള്ളം ഒലിച്ചു വരുന്ന സമയത്ത് ആ ഭാഗത്ത് മറ്റെന്തെങ്കിലും പ്രവൃത്തി നടത്താനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി വനമേഖലയിൽ നടത്താൻ കരാർ കമ്പനിക്ക് സാധിക്കുമായിരുന്നില്ല. അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരായിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചുമതലയുള്ള വകുപ്പുകളായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഒരുക്കി കൊടുക്കാൻ ഈ വകുപ്പുകൾക്ക്, പ്രത്യേകിച്ച് വനം വകുപ്പിനോ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ അപകടം ക്ഷണിച്ചു വരുത്തി എന്ന് വേണം പറയാൻ. തങ്ങൾക്ക് അനുവദിക്കാത്ത ഭാഗത്ത് നിർമ്മാണം നടത്തുന്നതിൽ തടസ്സമുണ്ടായിരുന്നു എന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. പ്രധാന പ്രവൃത്തിയുടെ തടസ്സം നീക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുമായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജൂൺ 1 മുതൽ 11 വരെയാണ് തുരങ്കപാത നിർമ്മാണ കരാർ കമ്പനിയായ ദിലീപ് ബിൽക്കോൺ സീനിയർ ജിയോളജിസ്റ്റ്, രാജു സാഗർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് കമ്പനി അതോറിറ്റി എഞ്ചിനീയർ ഡോക്ടർ HK സിംഗ് എന്നിവർ പഠനം നടത്തിയത്. 14-നായിരുന്നു ഈ പഠന റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ പോലും അതൊന്നും തന്നെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറായില്ല. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ NDRFും അടക്കം ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കരാർ കമ്പനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലോ ഒരു കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ളതാണ് വലിയ ഒരു പരാതിയായി ഉയർന്നു വരുന്നത്. എന്തായാലും ഇത്തരമൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിന്ധൂരി. ശരി ജോഷില, എന്തായാലും ജോഷില പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുന്നതിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ പ്രതിസ്ഥാനത്തേക്ക് നിൽക്കുന്നത് സർക്കാരാണ്, സർക്കാർ സംവിധാനമാണ്. കൃത്യമായ ഒരു മേൽനോട്ടം ഇല്ലാണ്ട് പോയതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നത്.